ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതേ നമ്മുടെ ഫാമിൻ്റെ ഒരു ഇപ്പോഴത്തെ സമയത്ത് കാണുന്ന ഒരു കാഴ്ചയാട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാവരും പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശങ്കരിക്കുട്ടി പോയിട്ടില്ല. ഇപ്പോൾ ശങ്കരി ലാസ്റ്റ് പോണ ആൾ കേട്ടോ. ശങ്കരിക്ക് ഇപ്പോൾ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അവൾക്ക് പാല് നമ്മൾ കറക്കണതും വലിയ ഇഷ്ടമൊന്നുമില്ല. അവൾക്ക് മുഴുവൻ കുഞ്ഞിന് കുടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കേട്ടോ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് കഴിക്കാനല്ല, നമ്മൾ കറക്കണ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആൾ പാത്രത്തിലോട്ട് തല വയ്ക്കുകയുള്ളൂ. അതുവരെ കഴിക്കൽ കുറവാണ്. പിന്നെ പകുതിയേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലും കുറവാട്ടോ. പിന്നെ ഇവിടെ ആ കുഞ്ഞെന്നുള്ളൊരു ഇത് കുറയണം. എന്നാലേ നമുക്ക് ഇനി പാലൊക്കെ വിട്ട് തന്നു തുടങ്ങുള്ളൂ. കുറേശ്ശെ കുഞ്ഞിനെ മാറ്റണം. അവർ ഈ ചേട്ടൻ പോയിട്ട് കുറച്ച് നേരം എവിടെയും നോക്കട്ടെ കേട്ടോ. വന്ന് നോക്കും. എവിടെയായിരുന്നു ഇത്ര നേരം? തീറ്റ കഴിക്കാൻ മടിയാ ശങ്കരിക്ക്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഗോതമ്പൊടി ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഗോതമ്പൊടിയുടെ ആ മണമൊക്കെ കേൾക്കുമ്പോൾ കുറേശ്ശെ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മീത് തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നാ രേശേട്ടാ കഴിച്ച് അത് എനിക്കവിടെ ഡ്രൈ ആയിട്ടിരുന്നിട്ടാന്ന് തോന്നുന്നത്. വെള്ളം കുറച്ച് കൂട്ടി കൊടുത്തപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വൈക്കോല് ഒഴിക്കണോ? ടച്ചിങ്സ് ചോറും മീൻ വറുത്തതും എന്ന് പറഞ്ഞ പോലെ തീറ്റയുടെ കൂടെ അവൾ വൈക്കോലും ഇടയ്ക്ക് കഴിക്കുക കേട്ടോ. വൈക്കോലും അവളുടെ ഫ്രണ്ടിൽ തന്നെ ഇട്ട് കൊടുത്തേക്കല്ലേ. അതാണ് ഇവിടെ വീരനെയും കൊണ്ട് പോകണം കേട്ടോ. ശങ്കരിയുടെ കഴിക്കൽ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ശങ്കരി അവിടെ ഇങ്ങനെ വെച്ചേക്കാണ്. ശങ്കരിക്ക് കഴിക്കാനൊക്കെ മടിയാണ്. കഴിച്ചു തുടങ്ങിയാലാട്ടോ പാല് നന്നായിട്ട് ആവുള്ളൂ. കഴിക്കാൻ ഭയങ്കര മടി. എന്ത് വീരൻ പോവാതെ? വീരൻ്റെ മുട്ടും കൊണ്ട് കുത്തലേട്ടെ. വീരന് അതേ മടി തന്നെ നമ്മുടെ മുട്ടിനിട്ട് അവൻ കുത്തും തലയുണ്ട്. ആ വീരൻ എന്ന് പറയുമ്പോൾ കാളകുട്ടനായതുകൊണ്ട് തന്നെ അവന് കുറച്ച് കുസൃതി കൂടുതലാട്ടോ. അപ്പോൾ അവൻ 1 വയസ്സാവാറായി. അന്ന് പൊക്കം കുറവാട്ടോ അവന്. നല്ല രീതിയിൽ പൊക്കം കുറവാണ്. പിന്നെ ഞാനിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ആദ്യം ഇതുപോലെ വൈക്കോലൊക്കെ ഇങ്ങനെ കിടക്കുമല്ലോ, അതൊക്കെ ആദ്യം അടിച്ചിങ്ങനെ നമ്മളൊരു സ്ഥലത്ത് കൂട്ടിയിട്ട് വാരിക്കളയാട്ടോ ചെയ്യണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാരിക്കളഞ്ഞ് കഴിയുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഴിയിൽ അധികം വേസ്റ്റ് പോയി എന്നറിയില്ല. ചേമ്പർ വേഗം ഡ്രൈനേജായി പോയിക്കോളും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഈ വൈക്കോലൊക്കെ പോയി അടഞ്ഞു കഴിയുമ്പോൾ നമ്മളതൊരു കോലൊക്കെ ഇട്ട് കുത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ ഈ ചൂടുവെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തിളച്ച പടി തന്നെ ഒന്നും കൂടി നമ്മൾ മോട്ടർ ഓണാക്കിയിട്ട് പൈപ്പൊക്കെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പശുക്കളൊക്കെ പോയ സ്ഥിതിക്ക് നമുക്കിതൊന്ന് കുറേശ്ശെ ഓരോ സ്ഥലങ്ങളിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം നമുക്കിത് വാരിക്കളഞ്ഞ് വെള്ളം ഒഴിച്ച് കഴുകിയിടാവുന്നുള്ളൂ. പിന്നെ ഉണങ്ങി കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ പിന്നെ ഒന്ന് വെള്ളം ഒഴിച്ചൊക്കെ ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ പട തന്നെ വേഗം അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി, ഈ തൊഴുത്തിലെ പണിയും കഴിഞ്ഞ് നമുക്ക് അകത്തെ പണിക്ക് കയറാം. ശരിക്കും ഓരോരോ ജീവിതങ്ങളല്ലേ. ഇതൊക്കെ ഞാൻ ഒരിക്കലും ചെയ്യുന്നു വിചാരിച്ച കാര്യമല്ല കേട്ടോ. ഞാൻ ആകെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ കൂടുതലും എനിക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ അടക്കി പറക്കലൊക്കെ ആയിരുന്നു കേട്ടോ ഇഷ്ടം. പശുവിനെ നോക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളല്ല കേട്ടോ നമ്മുടെ ജീവിതം ഡിസൈഡ് ചെയ്യണത്. ഇങ്ങനെ ആൾ മുകളിലിരുന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഫാം തുടങ്ങിയ ഇടയ്ക്ക് എൻ്റെ രേശേട്ടൻ പറഞ്ഞു, രേശേട്ടന് ഇഷ്ടമാണ് പശുക്കളാണ്, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമുണ്ടായില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഇതിനൊന്നും വളർത്തിയിട്ടുള്ള പരിചയമില്ല. പക്ഷേ രേശേൻ്റെയൊക്കെ അച്ഛനൊക്കെ ഇതൊക്കെ വളർത്തിയിട്ടുണ്ട്. രേശേൻ്റെ അച്ഛൻ ഹോമിയോ ഡോക്ടറായിരുന്നു. പക്ഷേ അച്ഛൻ്റെ പാരമ്പര്യത്തിൽ അച്ഛൻ്റെ വീട്ടുകാരൊക്കെ വളർത്തി. അങ്ങനെയാണോ എന്തോ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു പശുവിനെ. ആ രീതി തന്നെ അച്ഛൻ്റെ മോനും അതുപോലെ രജീഷേട്ടന് ഇഷ്ടമുള്ളൂ പശുവിനെ ചെറുപ്പം മുതലേ രജീഷേട്ടൻ്റെ കാലഘട്ടത്തിലും രജീഷേട്ടൻ അമ്മയൊക്കെ പശുവിനെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ പശുവിനെ കൊണ്ടുവന്ന് നടന്നിട്ടുണ്ട്. അപ്പോൾ രജീഷേട്ടന് പശുവിനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്തോ പശുവിനെ ഇഷ്ടമുണ്ടായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പശുവിനെ വേണ്ട, നമുക്ക് വേറെ എന്തിനെ വളർത്തിയാലും കുഴപ്പമില്ല എന്ന്. പക്ഷേ അവസാനം ഈ പശുവിനെ ഞാൻ തന്നെ നോക്കേണ്ട ഒരു ഇതിലോട്ട് എത്തി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എത്രയൊക്കെ വേണ്ടാന്ന് പറഞ്ഞാലും എനിക്കിപ്പോൾ പശു എന്ന് പറയുന്നത് ഇതിനെ കൊടുക്കാനേ തോന്നാറില്ല കേട്ടോ. കൊടുക്കണ കാര്യം നമുക്ക് ചിന്തിക്കാനേ പറ്റണ പോലെ നമുക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. എന്തായാലും ഒരെണ്ണത്തിനെങ്കിലും നമ്മളിത് നിർത്തുന്ന സമയത്ത് നമ്മൾ വളർത്തുമല്ലേ രേശേട്ടാ? ഒരെണ്ണമെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലേ? എന്തെങ്കിലും നിർത്തിയാലോ അല്ലേ? അങ്ങനെ വിചാരിച്ചേക്കണു. ഇത് നമ്മൾ ചിന്തിക്കണ പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും. അവളിനി കഴിക്കുന്നു തോന്നണല്ലോ. എവിടെ കെട്ടണേ?
ഇവിടെ തന്നെയാണ് ഏട്ടനെ? എവള് ഈ അരികത്തു നിന്നൊക്കെ ആ മതലിൻ്റെ അരികത്തു നിന്നൊക്കെ കഴിക്കണ്ടായി. ഇനി വേണമെങ്കിൽ എന്നാൽ തെങ്ങുമ്മ കെട്ടിയിട്, ഈ തെങ്ങുമ്മ. അപ്പോൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ നടന്ന് വേണമെങ്കിൽ കഴിച്ചോളും. കുറച്ച് വൈക്കോലും വേണമെങ്കിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കുക. എന്തായാലും അവൾക്ക് കഴിക്കാനുള്ള പുല്ല് ഉണ്ട് അവിടെ. കഴിക്കൂലെന്ന് തോന്നുന്നു, കുഞ്ഞില്ലാത്തോണ്ടേ. ഭയങ്കര ഇതാണ് പശുവിന്. കുഞ്ഞ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിനെ നമുക്ക് കണ്ടാൽ മതി, പിന്നെ അടുത്തൂടെ കെട്ടിയിരുന്നു. അല്ലെങ്കിൽ പശുവിന് ലാസ്റ്റ് ആ പശുവും പോയിട്ടോ. അപ്പം ഇനി ഇവിടേക്ക് നമുക്ക് ക്ലീൻ ചെയ്തിടാം. ക്ലീനിങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ ഇപ്പോൾ ലേറ്റായിട്ടാണ്. നമ്മൾ കുഴമ്പൊക്കെ പറ്റി നമ്മളിപ്പോൾ കുളിക്കേണ്ട ഒരു ടൈമാണ് കേട്ടോ. ഇപ്പോൾ കുഴമ്പെന്ന് പറഞ്ഞ സംഭവം എനിക്കിഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ കുഴമ്പ് പറ്റാൻ നിവൃത്തിയില്ല ഗൈസ്. അപ്പോൾ കുഴമ്പ് പറ്റി തന്നെ കുളിക്കണം. അപ്പോൾ ഇതാണ് പറയണത്, നമ്മളൊന്നും തീരുമാനിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ കാലം എങ്ങനെ നമ്മളെ കൊണ്ടുപോകണോ ആ ഒരു കാലത്തിനനുസരിച്ച് നമ്മൾ പോകേണ്ട വരും ഗൈസ്. പിന്നെന്താ, നമുക്കിത് വേഗം ക്ലീൻ ചെയ്യാം കേട്ടോ. അടിച്ചു കഴിഞ്ഞു കേട്ടോ ഗൈസ്, ഞാൻ കാണിച്ചു ഉണ്ടോ. ഇത് ചൂലെടുത്ത് ഇങ്ങനെ വൃത്തിയായിട്ട് അടിച്ചു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾക്ക് വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. വെള്ളം കേട്ടോ, നമ്മൾ നമ്മുടെ മെഷീൻ കഴുകാം. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. ഈ വെയിറ്റ് എനിക്ക് നടുവിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഈ വെയിറ്റൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴേ ഇതിങ്ങനെ വെക്കുക, ഇതിങ്ങനെ ഹെൽപ്പ് ചെയ്യണം. ഏറെ പിടിക്കട്ടോ. നമ്മൾ വെള്ളം നന്നായിട്ട് എടുത്തോളൂ. ഓസിക്കൊന്ന് കഴിയാട്ടെ. ഇതിനകത്ത് വെള്ളം തൊടാൻ പാടില്ല കേട്ടോ. നമ്മളിത് ഇതിങ്ങനെ കഴുകാവും. ഇതിനകത്ത് വെള്ളം വീണാൽ കംപ്ലൈൻറ്റ് വരും. ഇതിങ്ങനെ കഴുകി എടുക്കുള്ളൂ. നമ്മളിങ്ങനെ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇതിട്ട് വാഷ് ചെയ്ത് കളയല്ലേ. തുടച്ചെടുക്കാവുന്നതാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഈ പാലൊക്കെ തെച്ച് ചെയ്ത് ഈ ഓസ് ഊരി മാറ്റിയിട്ടോ. നല്ല ഫ്രഷായി. മാറി ചൂടുള്ളൂ. ഈ ഓസ് ഇതുപോലെ തുടച്ച് ഇങ്ങനെ മുകളിലൂടെ ഇട്ടോ.
സോപ്പൊക്കെ ഇട്ട് കഴുകി ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കഴുകി വെക്കും കേട്ടോ. ഇത് നേരത്തെ ഞാൻ അങ്ങോട്ട് അടുക്കളയിലോട്ടൊക്കെ കൊണ്ടുപോകുന്നു കഴുകാനായിട്ട്. ഇതിങ്ങനെ ചുമന്ന് കൊണ്ടുപോകലും ഒരു പണിയാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ പോയിട്ട് കഴുകി വെക്കുക ചെയ്യാം. ഫ്രണ്ടിൽ ഉറങ്ങണ്ടാവും, എല്ലാതും കിടന്ന് ഉറങ്ങണ്ടാവും. ഫ്രണ്ടിലില്ലേ മോഹിനി ചേച്ചിയുടെ വീട്ടിൽ വരുന്നുണ്ട്. നീറ്റായിട്ടോ. ഇനി ഇതിപ്പോൾ വെള്ളം പാർന്ന് ഇവിടെ കിടക്കണം. ഇത് വൈകുന്നേരത്തെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. പിന്നെ അവിടെ തൊഴുത്ത് കഴുകലാട്ടോ. ഇപ്പൊ നനഞ്ഞല്ലേ കാല്. ഇതുപോലെ അങ്ങാണ്ട് നമുക്ക് പുളിയൊന്നും വേണ്ട. ഈ ചൂടിന് വലിയ ഉപകാരം കേട്ടോ. ചൂട് വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞ് തൊഴുത്തില്ല. നമ്മളിത് ഒറ്റക്കാണെങ്കിൽ അത്യാവശ്യം നല്ല പണിയായിട്ട് തോന്നും. ഇതിപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പണി കഴിഞ്ഞു. ഒരാൾക്ക് മാത്രമാകുമ്പോൾ അതൊരു ഭാരം പിടിച്ച പണിയായിട്ട് തോന്നുന്നത്. പക്ഷെ പശുവിനെ കെട്ടി വന്നതിന് ശേഷമാണോ പിന്നെ ഇത് ക്ലീൻ ചെയ്യലൊക്കെ നടക്കുള്ളൂ. ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് ഇത്ര ഒരുക്കുക പണി. അപ്പോൾ ഈ ചേട്ടൻ പശുവിനെ കെട്ടി വന്നു കേട്ടോ. നമ്മുടെ തൊഴുത്തിൻ്റെ പണിയും കഴിഞ്ഞു, പശുവിൻ്റെ പണിയും കഴിഞ്ഞു. ഓക്കെ. പാല് കൊടുക്കാൻ പോയി വന്ന ഒരാൾ എത്തിയിട്ടോ. ഒരാളവിടെ മുറ്റടിക്കുകയാണ്. ഇവിടെ പഠിക്കാനിരുന്ന ആളെ എഴുന്നേൽപ്പിച്ച് മുറ്റടിക്കാൻ വിട്ടതാട്ടോ. ഡെയിലി മുറ്റടിക്കണമെന്ന് പറഞ്ഞതാണ്. പക്ഷേ കുട്ടികളൊക്കെ മറന്നു പോകും. അപ്പോൾ അച്ചായി ഇന്ന് എഴുന്നേൽപ്പിച്ച് വിട്ടു മുറ്റടിക്കാൻ. അല്ലേ വാവേ? മുറ്റടിക്കാൻ അച്ചായി അല്ലേ പറഞ്ഞുവിട്ടെ? ഡെയിലി പറയണോ അല്ലേ? എന്നാലേ വർക്ക് ചെയ്യുള്ളൂ അല്ലേ? എടോ ആ ബക്കറ്റൊക്കെ ഒതുക്കി വെച്ചിട്ട് ആ അരിയും മൂലം ചേർത്തടിച്ചേ. ബക്കറ്റൊക്കെ നിവർത്തി വെച്ചേ. അങ്ങനെയാണ് അടിക്കണ്ടേ. നല്ല ഭംഗി ഉണ്ടാവുള്ളൂ അടിച്ചത് കാണാൻ. അതിൻ്റെ അടിയിൽ നിന്നൊക്കെ അടിച്ച് മാറ്റുക, ഫുള്ളടിച്ച് മാറ്റുക. എന്നാലും ഭംഗി ഉണ്ടാവുള്ളൂ. നല്ല ഭംഗിയായി അവിടെ. അതുപോലെ അടിക്കണം. അപ്പോൾ ആ ഓസൊക്കെ ആ ഒരു ചെറിയ കഷ്ണം പീസ് കിടക്കണുണ്ടാ, അതൊക്കെ എടുത്ത് മാറ്റി അവിടെ നിന്ന് ഒരു പീസ്. അതെടുത്ത് ഇതാ അങ്ങോട്ട് ഇടുക. വേസ്റ്റ് ഉണ്ടാ ഇത് അവിടെ നിങ്ങളുടെ അടിച്ചുണ്ടോ? അവിടെ കല്ലാണോ കിടക്കണത്? അതിൻ്റെ അവിടെ അതൊക്കെ അടിച്ചോളാ. അങ്ങനെ വൃത്തിയായിട്ട് അരിയും മൂലം ചേർത്തടിക്കണോടോ. ഇത്ര ചട്ടിയിൽ ഞാൻ നട്ടിട്ട് എനിക്ക് ഒരു ആദായം കിട്ടിയത് ഇതേ തക്കാളി കേട്ടോ. ആ തക്കാളി വലിയ വലിപ്പമൊന്നും വെച്ചിട്ടില്ല. ഞാൻ വെള്ളം ഒഴിക്കലൊക്കെ ചില ദിവസങ്ങളിൽ മറന്നു പോകും ഗൈസ്. മറന്നു പോകുന്ന പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ തിരക്ക് പിടിച്ച് പോകും. പിന്നെ വൈകുന്നേരമാണ് ഒഴിക്കണത്. അങ്ങനെ അത് മുരടിച്ച് പോയി. പിന്നെ ഒരു ഒരു വഴുതനങ്ങയും കിട്ടിട്ടോ. വഴുതനങ്ങ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, പിന്നെ പൂവിട്ടിട്ടുണ്ട്. ഈ പൂവിൽ പുഴു പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഉണ്ടോ, അടത്തി കളയാതെ നല്ലത്. പിന്നെ ഇതേ ഒരു വഴുതനങ്ങയും കൂടി വന്നിട്ട് ഗൈസ്. കണ്ടോ, ഒരു വഴുതനങ്ങയും കൂടി ആവണുണ്ട്. നമ്മുടെ പൂച്ചകളൊക്കെ എന്ത് ചെയ്യാവോ? പൂച്ചകളെ കണ്ടില്ല അല്ലേ? പോയി വേറെ
ഇങ്ങനെ മോഹിൻ ചേച്ചിയുടെ വീട്ടിലെ ഷെഡിൽ പോയി കിടപ്പുണ്ടാവും. ഫസ്റ്റ് ഞാൻ കുഞ്ഞിനെയും കാണലില്ല, മക്കളെയും കാണലില്ല. ആ അവിടെ ഉണ്ടാവും. അവിടെ രാവിലെ പോയേക്കാം. രാവിലെ തന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട്. അല്ല കൊടുക്കണല്ല അവർക്ക്. അവിടെ മീൻ നന്നാക്കിയിരുന്നത് കഴിക്കും. അത് തന്നെ ഒരു പരീക്ഷണം ഉണ്ടോ ചെയ്തത്. നമ്മുടെ ചപ്പാത്തി മേക്കറിൽ ഞാൻ ദോശ ഉണ്ടാക്കിയതാട്ടോ. നല്ല നൈസ് ദോശ ഉണ്ടാക്കിട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും കൊള്ള ഗൈസ്, സൂപ്പറാണ് ഗൈസ്. പിന്നെ അടുത്തൊരു ഒരെണ്ണം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഇത് ഒരെണ്ണം ഒഴിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ ഗൈസ് ഇത് കണ്ട ചപ്പാത്തി മേക്കറിലാട്ടോ ഇപ്പോൾ ദോശ ഉണ്ടാക്കുന്നത്. നോക്കാട്ടോ, നോക്കൂ ഗൈസ്, ദോശ റെഡി. കൊള്ളാട്ടോ ഗൈസ്. നല്ലാണോ ദോശ? നല്ലത് പപ്പട ദോശ റെഡി ആയിട്ടോ. ഇപ്പോൾ ഒന്നും കൂടി ചൂടട്ടെ. എനിക്കൊരു ദോശ മതിയാവുന്നു. കഴിക്കാനാണോ കൊണ്ടുപോകാനാണോ? അടുത്ത ദോശ റെഡി ഗൈസ്. ഞാൻ ഇന്നാട്ടോ ഒന്ന് മര്യാദയ്ക്ക് അടിച്ചു വരുന്നത്. ഇത് നോക്കൂ ഗൈസ്, കൊച്ചിയുടെ അടിയിൽ നിന്നൊക്കെ കിട്ടിയ വേസ്റ്റും മണ്ണും മാറാമ്പലൊക്കെ കേട്ടോ. നമ്മൾ കുറച്ച് ദിവസം ഒന്ന് ക്ലീൻ ചെയ്യാതെ ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കളാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കിത് സ്ഥിരമായിട്ട് ചെയ്തോ അല്ലെങ്കിൽ ശീലമൊന്നും ഇല്ലല്ലോ. നമ്മൾ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ പെരയടിക്കാൻ പറഞ്ഞാൽ നല്ല അരികും മൂലയൊക്കെ ചേർത്ത് അടിക്കാൻ പറയാമെന്നല്ലാതെ അവർ ഇത് ചെയ്ത് ശീലമാകണം. എന്നാലേ ഇത് പഠിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്കുള്ള പണിയെന്ന് പറഞ്ഞാൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്കുള്ള പണിയെന്ന് പറഞ്ഞാൽ അടുക്കളയിലല്ല കൂടുതൽ ഇങ്ങനെയുള്ള പണികളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും, ഇവർക്ക് ഈ മൊബൈൽ ടി വിയുടെയൊക്കെ ഉപയോഗം കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഇവർക്ക് അങ്ങനെ സമയം കളയാനൊക്കെ. പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് കൂടുതലും ഈ വീട് ക്ലീൻ ചെയ്ത് ആ ഒരു തൃപ്തി ഭയങ്കര വരുന്നു കേട്ടോ. നമ്മുടെയൊക്കെ ആ ഒരു ടീനേജ് പ്രായത്തിൽ. ഇപ്പോൾ ഇവർ ചെയ്യുമെങ്കിലും നമ്മൾ പറഞ്ഞ് ചെയ്യാമെന്നല്ലാതെ ഇവരുടെ ഇഷ്ടത്തിന് ചെയ്യൽ കുറവാണ്. പിന്നെ ഒരു തോന്നലാട്ടോ, ഒരു ഗസ്റ്റൊക്കെ വന്നെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലാതെയുള്ള ക്ലീനിങ്ങൊക്കെ കണക്കായിരിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞ് ചെയ്യിക്കുമ്പോൾ അത്രത്തോളം വൃത്തിയാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പം ഇന്നൊന്ന് വൃത്തിയായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ ഞാൻ കാണുന്നത്. നമ്മുടെ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടോ. അതെ, രാവിലെ അടിച്ചിട്ട മുറ്റോടെ ചവറൊക്കെ ആയിട്ടോ. അത്യാവശ്യം ചവർ ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും ആവും. ഇപ്പോൾ വാവ വരുമ്പോൾ വാവിനെ കൊണ്ട് അടിപ്പിക്കുക. ഇന്നിപ്പോൾ വാവയ്ക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ അത്യാവശ്യം കണികളൊക്കെ ചെയ്തു കേട്ടോ. നോക്കി ഗൈസ്, ഇങ്ങനെ ഒരു ഉള്ളിൽ ചുവന്ന പൂക്കളൊക്കെ ഇട്ട് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇന്നിവിടെയൊക്കെ തുടച്ചു. ഇവിടെ മോൾ ഭാഗമൊക്കെ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മൾ പേരയൊക്കെ അടികും മൂലയൊക്കെ ചേർത്ത് അടിച്ചു ക്ലീൻ ചെയ്തു തുടച്ചു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു തൃപ്തികരമായ പണി ഇന്ന് കഴിഞ്ഞു. അങ്ങനെ റെസ്റ്റ് എടുക്കാൻ പോവാം കേട്ടോ ഞാനിനി. അപ്പോൾ നമ്മൾ മക്കളെ ഏൽപ്പിച്ചിട്ട് നമുക്കൊരു തൃപ്തിയില്ല. പിന്നെ മോശമായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ചെയ്യിക്കാതെയും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കണത്. അപ്പോൾ ഫ്രിഡ്ജും ഒക്കെ ക്ലീൻ ചെയ്തു. കുറച്ച് പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് തിരുമ്മാൻ പോണ ദിവസമാണ് കേട്ടോ. അപ്പോൾ 1.5 ദിവസമാണ് പോണത്. നമുക്ക് റെസ്റ്റ് കുറവായതുകൊണ്ടാണ് നമ്മളോട് 1.5 വരാൻ പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ പോവണം വൈകുന്നേരം ആകുമ്പോൾ. ഭഗവാനും മാല രേഷേട്ടൻ കെട്ടിയിട്ടിട്ടാട്ടോ പോയതൊന്ന്. വ്യാഴാഴ്ച ആയതുകൊണ്ട് രാവിലെ തന്നെ മാല കെട്ടലൊക്കെ രേഷേട്ടൻ തന്നെ ചെയ്തു. ഞാൻ ചെയ്തു വരുമ്പോൾ ഒരുപാട് ലേറ്റാവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഇനി കുറച്ച് നേരം ഒരു റെസ്റ്റ് എടുക്കണം. സമയം ഇപ്പോൾ 3 മണിയോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരം ഒന്ന് വിശ്രമിക്കാം കേട്ടോ. ഹലോ, അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ചെയ്ത് നടക്കണം. ഓക്കെ, ബൈ ബൈ.